അപ്പോൾ ഇങ്ങനെ തുടങ്ങിയാലോ? ഹേയ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറച്ചധികം ദിവസമായി നമ്മൾ എന്തെങ്കിലും വരച്ചിട്ടല്ലേ? തിരക്കായിരുന്നോ എന്ന് ചോദിച്ചാൽ തിരക്കായിരുന്നു, അല്ലേന്ന് ചോദിച്ചാൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വരയ്ക്കാൻ മാറ്റി വെച്ചിരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വന്ന കാരണമാണ് ഇതങ്ങനെ അവിടെ നിന്ന് പോയത് കേട്ടോ. ഉച്ചയ്ക്ക് ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒരുപാട് സമയം ഫ്രീ ആയി കിട്ടുമ്പോഴാണ് എൻ്റെ ഈ അൽക്കുലത്ത് പരിപാടികളൊക്കെ ഞാൻ നടത്താറ് കേട്ടോ. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടികളൊന്നും അവിടെ നടത്താൻ പറ്റില്ലല്ലോ. 2-3 ദിവസമായിട്ട് രാവിലെയും ഡ്യൂട്ടി വരുന്നതുകൊണ്ടാണ് കുറച്ച് ദിവസം വരെ അങ്ങ് ലാഗായി പോയത്. എന്നാൽ പിന്നെ കുറേ ദിവസമായില്ലേ വരച്ചിട്ട്, ഇന്നൊരു സിമ്പിൾ പരിപാടി തന്നെ പിടിക്കാം എന്ന് വിചാരിച്ചു. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാനുള്ള ഒരു മൂഡൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിൾ തന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാം. നാളെ വിഷുവൊക്കെ ആയി പടക്കം പൊട്ടിക്കുന്നതിന് പകരം ആ രീതിയിൽ ഇത് വരയ്ക്കില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും വിഷുവൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സമാധാനം പോലെ നിങ്ങളിത് വരച്ചു നോക്കണേ. അത് പറഞ്ഞപ്പോഴാണ്, നാളെ വിഷുവൊക്കെ ആയിട്ട് എല്ലാവരും സെറ്റാണല്ലോ അല്ലേ? പടക്കം പൊട്ടിക്കാനും കൈനീട്ടം മേടിക്കാനും സദ്യ കഴിക്കാനും ഒക്കെ. അപ്പോൾ വിഷു ആഘോഷിക്കുന്ന കുഞ്ഞു മക്കളോടാണിത് പറയാനുള്ളത്. ഇപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക. പിന്നെ ഒരു സമയത്ത് നമ്മൾ വലുതായി കഴിയുമ്പോൾ ഈ വിഷുവൊക്കെ ഒരു ഓർമ്മ മാത്രമായി പോവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വിഷു ആശംസിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, ബൈ.